ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 13th അപ്പോസ്തൽ, 13ാം അപ്പസ്തോലൻ, നമ്മുടെയൊക്കെ ഉള്ളിലെ ക്രിസ്തു ശിഷ്യൻ്റെ സാധ്യതകളെ വിശകലനം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ ശുശ്രൂഷ തുടരുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം, അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യം പത്രോസ്ലീഹ പ്രസംഗിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ചോദിച്ചു, മാനസാന്തരപ്പെട്ടു, ഒരു സമൂഹം രൂപപ്പെട്ടു. ആ സമൂഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പലയിടങ്ങളിൽ നല്ല സൂചനകളുണ്ട്, നമുക്കതറിയാം അല്ലേ? പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാം വാക്യം, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ആദിമ സഭയുടെ പ്രത്യേകതകൾ പറയുകയാണ്. അതിനുശേഷം പിന്നീട് പറയുന്നുണ്ട് 46-ാം വാക്യത്തിൽ, ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആ ബൈബിളിൽ നിന്ന് എടുത്തേക്കണം, അടയാളപ്പെടുത്തിയേക്കണം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 46-ാം വാക്യം, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അതായത് ഈ ആദിമ സഭയുടെ കൂട്ടായ്മയുടെ പ്രത്യേകതകൾ പറയുകയാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കാണ് ആദിമസഭ. ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് പാഠപുസ്തകമാണ് ആദിമസഭ. അത് നോക്കി പഠിക്കണം, ഒരുപാടുണ്ട് പഠിക്കാൻ അല്ലേ? പ്രബോധനം, പ്രാർത്ഥന, കൂട്ടായ്മ, അപ്പമുറിക്കൽ, ഏകമനസ്സോടെ, അനുദിനം ദേവാലയത്തിൽ, ഓരോ വാക്കെടുത്താലും ചിന്തിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആദിമസഭയുടെ ആ കൂട്ടായ്മയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 46-ാം വാക്യത്തിലുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് വായിച്ചു മാറ്റിയതേ ഉള്ളൂ. അതിങ്ങനെയാണ്, ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ അവർ ഒരുമിച്ച് കൂടി. അതായത് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആഹ്ലാദമുണ്ടോ, സന്തോഷമുണ്ടോ? അത് ഈ നമ്മുടെ ഒരു ഇൻവേർട്ടഡ് കോമയിൽ പറയേണ്ട ഒരു വാക്കാണ്. ചുമ്മാ ഒരു മേളക്കൊഴുപ്പ്, അല്ലെങ്കിൽ വളരെ ലോക്കൽ ഭാഷയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ, മേളാങ്കം, അതല്ല ആഹ്ലാദം. ആഹ്ലാദം എന്ന് പറയുന്നത് അതൊരു യഥാർത്ഥമായ സന്തോഷത്തിൻ്റെ അനുഭവമാണ്, ബ്ലിസ്. അതുണ്ടോ ഒരുമിച്ച് കൂടുമ്പോൾ? കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ചിരിക്കണമെങ്കിൽ നമുക്ക് ആരെയെങ്കിലും കളിയാക്കണം, ആരെയെങ്കിലുമൊക്കെ ഒന്ന് താഴ്ത്തിക്കെട്ടണം, എങ്കിലേ നമുക്ക് ചിരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ആഹ്ലാദത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലെയാണ്. ഒരുമിച്ച് കൂടുമ്പോൾ, ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റണം, സന്തോഷിക്കാൻ പറ്റണം. ചിലരുടെയൊക്കെ മുഖഭാവം കണ്ടാലുണ്ടല്ലോ, വ്യാകുല മാതാവിനെ പോലെയാണ് എപ്പോഴും ഇരിക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്തോ സങ്കടത്തിൻ്റെ ആളുകളാണ് എന്ന ചിന്തയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. എപ്പോഴും ദുഃഖമാണ് മുഖത്ത്. അങ്ങനെ വരരുത്. ക്രിസ്ത്യാനി സന്തോഷത്തോടെ ഇരിക്കണം. ആദിമ സഭയുടെ പ്രത്യേകതയാണത്. ആഹ്ലാദത്തോടെ ജീവിക്കുന്ന സമൂഹമാകണം ക്രിസ്ത്യാനി. അങ്ങനെ ആഹ്ലാദത്തോടെ ജീവിക്കാൻ, കൂട്ടായ്മയിലാകുവാൻ എന്തു വരണം? തൊട്ടുമ്പൊരു വാക്കില്ലേ, ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ അവർ ഒരുമിച്ചിരുന്നു. അതായത് ലാളിത്യം കൊണ്ട് നടക്കുന്നവർക്ക്, എളിമപ്പെട്ട് ജീവിക്കുന്നവർക്ക്, സ്വയം ചെറുതാണെന്ന് വിചാരിക്കുന്നവർക്ക്, മേന്മ നടിക്കാത്തവർക്ക് ഒക്കെയാണ് ഈ കൂട്ടായ്മയിൽ ആഹ്ലാദിക്കാൻ പറ്റുന്നത്. ഞാനെന്ന ഭാവം കൊണ്ട് നടക്കുന്നവർക്ക് ഒരിക്കലും കൂട്ടായ്മയിൽ സന്തോഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഇന്ന് ആദിമസഭയുടെ പ്രത്യേകത. പ്രധാനപ്പെട്ടത്, ആഹ്ലാദത്തോടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് പറ്റണം. നമ്മുടെ ചിരികളികൾ ശരിക്കുമുള്ള സന്തോഷമാണോ എന്ന് ചോദിക്കണം. കർത്താവിൽ, അവൻ്റെ പദ്ധതിയിൽ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ ഒക്കെ പങ്കെടുക്കുവാൻ, ആഹ്ലാദിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ പറ്റണമെങ്കിൽ അതിനു മുമ്പ് എന്ത് സംഭവിക്കണം? ഹൃദയ ലാളിത്യം ഉണ്ടാകണം. അപ്പോൾ നമുക്കിന്ന് പ്രാർത്ഥിക്കേണ്ടത്, ക്രിസ്തു ശിഷ്യനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, ഹൃദയ ലാളിത്യം ഞങ്ങളെ പഠിപ്പിക്കണമേ, അങ്ങനെ ഞങ്ങളെ യഥാർത്ഥ ആഹ്ലാദത്തിലേക്ക് നയിക്കണമേ. ക്രിസ്തു ശിഷ്യനാകാനുള്ള, 13ാം അപ്പസ്തോലനാകാനുള്ള ക്ഷണമുണ്ട് നമുക്ക്, ഓർക്കണം. ആമേൻ.